ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥരെ നിയോഗിക്കണം. യഥാർത്ഥ പ്രതികൾ പുറത്തുപോയി അതിന് കാരണക്കാർ SIT ആണെങ്കിൽ കോടതി ഈ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നും പഴകുളം മധു MLA. നവീൻ ബാബു കേസിൽ ശരിയായ ദിശയിലല്ല അന്വേഷണം നടത്തിയതെന്നും കുടുംബത്തിന്റെ ആവശ്യം CBI അന്വേഷിക്കണമെന്നിരിക്കെ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നതായും MLA പറഞ്ഞു. ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലമാണ് റാന്നി മണ്ഡലം. റാന്നി മണ്ഡലത്തിലെ MLA അഡ്വക്കേറ്റ് പഴകുളം മധുവാണ് നമ്മളോടിപ്പോൾ ചേരുന്നത്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പത്രസമ്മേളനം കഴിഞ്ഞാണ് മധു പുറത്തിറങ്ങുന്നത്. പ്രത്യേകിച്ച് ശബരിമല, നവീൻ ബാബു, മണിയാർ ഡാം ഈ അപ്പോൾ ഈ ശബരിമല ബന്ധപ്പെട്ട് MLA കേസുകളെല്ലാം അത് രാഷ്ട്രീയം നോക്കാതെ പിൻവലിക്കുന്നത് പത്രസമ്മേളനത്തിൽ പറഞ്ഞില്ല. ശബരിമല ക്ഷേത്രത്തിൽ നടന്ന കൊള്ള, ആചാര ലംഘനങ്ങൾ, ഇതിനെല്ലാം എതിരായി നാമജപ ഘോഷയാത്ര ഉൾപ്പെടെയുള്ള നിരവധി സമരങ്ങൾ നടന്നിട്ടുണ്ട്. ആ സമരത്തിൽ പങ്കെടുത്ത അമ്മമാരുൾപ്പെടെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. അപ്പൊ ഞങ്ങളുടെ നിലപാട് തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചതാണ് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ. ആ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കേസുകളും അത് പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ VD സതീശനും AICC ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ KC വേണുഗോപാലും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാവരും പ്രഖ്യാപിച്ച കാര്യമാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എല്ലാം പ്രഖ്യാപിക്കും. അപ്പൊ അതുകൊണ്ട് ആ കേസുകൾ സമ്പൂർണ്ണമായി പിൻവലിക്കണം, കോടതിയെ ബോധ്യപ്പെടുത്തി പിൻവലിക്കണം. പിന്നെ ആചാരവുമായി ബന്ധപ്പെട്ട സർക്കാർ ഇപ്പൊ എന്താ അഫിഡവിറ്റ് കൊടുക്കാനാണ്? ഇപ്പൊ ശബരിമല സ്ത്രീ പ്രവേശം, യുവതി പ്രവേശമാണല്ലോ ഈ കോലാഹലങ്ങൾക്കെല്ലാം തുടക്കമുണ്ടത്. അതുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണി ഗവൺമെന്റ് സത്യത്തിൽ ഉരുണ്ട് കളിക്കുകയായിരുന്നു കോടതിയിൽ. ആ കള്ളക്കളി അവസാനിപ്പിച്ച് കോടതിക്ക് എന്തെങ്കിലും വ്യക്തത ഉണ്ടോ? ഗവൺമെന്റിനെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളുടെ നിലപാട് എന്താണ്, സർക്കാരിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് കോടതിക്ക് എന്തെങ്കിലും അവ്യക്തത ഉണ്ടെങ്കിൽ ആ അവ്യക്തത നീക്കാൻ ആവശ്യമായിട്ടുള്ള ശക്തമായ നടപടികൾ ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ വിചാരണ നടക്കുന്ന ഈ സമയത്ത് അത് അവിടെ അറിയിക്കണം. അക്കാര്യത്തിൽ ആചാരങ്ങൾക്ക് അനുകൂലമായ ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്നാണ് റാന്നി MLA എന്നുള്ളതിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. SIT ഉടച്ചു വാർക്കണമെന്ന് പറയാനുള്ള സാഹചര്യം അല്ല, SIT നിയോഗിച്ചത് കോടതിയാണ്. സർക്കാരിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാകാം കോടതി നേരിട്ട് ഉദ്യോഗസ്ഥന്മാരെ കണ്ടെത്തിയത്. അവർ പോലും പരാജയപ്പെട്ടു. SITയുടെ പ്രാഥമികമായ ചുമതല എന്താണ്? ഒരു കേസുകളുടെ മുമ്പിൽ വന്നാൽ അതിന് കുറ്റപത്രം തയ്യാറാക്കുന്ന യാത്രയാണ്. ആ യാത്ര 1-ാം ദിവസം തുടങ്ങി 6 മാസത്തിനുള്ളിൽ അവസാനിക്കണം. ആ യാത്ര അവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അവർ അത് പരാജയപ്പെട്ടു. അതുകൊണ്ട് എന്തുണ്ടായി? ഈ പകൽക്കൊള്ളയെ, ഈ ലോകത്തെ ജനതയെ ഞെട്ടിച്ച ഈ കൊള്ളയിലെ യഥാർത്ഥ പ്രതികളെ ഓരോരുത്തരായി ഗവൺമെന്റ് പുറത്തിറക്കി വിട്ടു. അതിനാണ് ഇടയാക്കിയത്. അപ്പോൾ ആ SITയെ കൊണ്ടൊരു ഫലം ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനാണ് SIT? അത് പിരിച്ചുവിടണം. അത് ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട കോടതിയാണെങ്കിൽ കോടതിയെ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഗവൺമെന്റ് സത്യത്തിൽ ആ അന്വേഷണം പോരാ, പുനരന്വേഷണം വേണം. കാരണം ഈ പ്രതികൾ ഇവർ പിടിക്കപ്പെട്ടവരെല്ലാം യഥാർത്ഥ പ്രതികളാണ്. എന്നാൽ പിടിക്കപ്പെടാനുള്ള ചില പ്രതികളുണ്ട്. അവരുടെ വന്നാൽ മാത്രമേ കുറ്റപത്രം റെഡിയാവൂ. ആ കുറ്റപത്രം തയ്യാറാക്കാനുള്ള അടിയന്തരമായ നടപടി ഗവൺമെന്റ് സ്വീകരിക്കണം. അതിന് SIT കഴിവുകെട്ട SIT ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അത് 2 പക്ഷമില്ല, കഴിവുകെട്ടവരാണ്, അല്ലെങ്കിൽ സർക്കാരിന്റെ സമ്മർദ്ദം കൊണ്ട് ഉത്തരവാദിത്വം നിർവഹിക്കാൻ പരാജയപ്പെട്ടവരാണ്. രണ്ടായാലും ഇനി അവരെ കൊണ്ടൊരു കാര്യമില്ല. വേറെ അന്വേഷണം നടത്തണം. സർക്കാരിന് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള വൈദ്യുതിയാണ് ഒരു കോർപ്പറേറ്റ് കമ്പനിയുമായി തർക്കത്തിലുണ്ടാകുന്നത്. ആ മണിയാർ വിഷയത്തിൽ കാർബോറാണ്ടത്തിനെതിരെ എന്തായിരിക്കും നടപടിയെടുക്കുന്നത്? 1994 30 വർഷക്കാലത്തേക്ക് കേരള ഗവൺമെന്റ് കൊടുത്ത കരാറാണ് കാർബോറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡുമായിട്ടുള്ള മണിയാർ ജലവൈദ്യുത പദ്ധതി കരാർ. 2024 കരാർ അവസാനിച്ചു. എന്നിട്ട് ഗവൺമെന്റ് ഏറ്റെടുക്കുന്നില്ല. എൻ്റെ ഒന്നാമത്തെ ആവശ്യം അടിയന്തരമായി ഏറ്റെടുക്കുക. രണ്ടാമത്തെ കാര്യം, 2024 ശേഷം അവിടെ നടന്ന വൈദ്യുതി ഉൽപാദനത്തിന്റെ ഓരോ യൂണിറ്റ് വൈദ്യുതിയുടെയും കണക്ക് തിട്ടപ്പെടുത്തി യൂണിവേഴ്സൽ കാർബോറണ്ടം ലിമിറ്റിൽ നിന്നും അത് ഏറ്റെടുക്കണം. രണ്ടാമത്, ഈ കരാർ ഏറ്റെടുക്കാൻ കാലതാമസം വന്നതിൽ നടന്ന അഴിമതിയെക്കുറിച്ച് അന്വേഷണം നടത്തണം. ഈ 3 ആവശ്യങ്ങളാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കൊപ്പം കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.